Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12 ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. We can move to the first question. The question is, Kirchhoff's current rule is based on the law of conservation of options charge, energy, mass, option D, B and C. അതായത് എനർജി ആൻഡ് മാസ്, ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ലോ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അതായത് കറണ്ട് റൂൾ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേരാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നും പറയാറുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നും പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ ജംഗ്ഷൻ റൂൾ. ഓക്കെ, ജംഗ്ഷൻ റൂൾ നമുക്ക് അറിയുന്നതാണ്, അതായത് ആൾജിബ്രായിക് സം ഓഫ് കറൻസ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ വിൽ ബി സീറോ, അതായത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് കിർച്ചോഫ്സ് കറണ്ട് റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് റൂൾ പറയുന്നത്, ഓർ ജംഗ്ഷൻ റൂൾ പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും കൺസർവേഷൻ? ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ്, യെസ്, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഏത് ക്വാണ്ടിറ്റി ആണ് ഇവിടെ കൺസേർവ്ഡ് ആയിട്ടുള്ളത്? യെസ്, ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. Okay, now we have the second question. Kirchhoff's voltage rule is based on the law of conservation of options charge, energy, mass and option D, B and C, that is energy and mass. അപ്പോൾ ഇവിടെ സെക്കൻഡ് റൂൾ ആണ്, വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് റൂൾ ആണ്. സെക്കൻഡ് റൂളിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ലൂപ്പ് റൂൾ. That is around any closed loop in a circuit, sum of EMFs and the potential differences across all elements is zero എന്നുള്ളതാണ്. So this is also known as law of conservation of energy. Okay, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So what will be the correct option here? യെസ്, ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോൾ രണ്ട് റൂൾസിന്റെ കേസും ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫസ്റ്റ് റൂളിനെ കറണ്ട് റൂൾ എന്ന് പറയും. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചാർജ് ആണ്, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൂപ്പ് റൂൾ ഓർ വോൾട്ടേജ് റൂൾ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, സോ ദീസ് ആർ ദ two rules. Now we have another question based on Kirchhoff rule. Okay, question is, apply Kirchhoff rule to find the current I in the part of the following circuit. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിന്റെ ഒരു പാർട്ടാണ് തന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ കിർച്ചോഫ്സ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ട് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആർ 5 ആംപിയർ, ഓപ്ഷൻ ബി 3 ആംപിയർ, ഓപ്ഷൻ സി 7 ആംപിയർ ആൻഡ് ഓപ്ഷൻ ഡി 1 ആംപിയർ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഡയഗ്രം നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്, അതായത് ഇൻകമിംഗ് കറണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് കേസിൽ 5 ആംപിയറും 4 ആംപിയറും എന്താണ്? ഇൻകമിംഗ് കറണ്ട്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, അതായത് പിന്നീട് അത് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട് നമുക്ക് കാണാം അല്ലെ, ഇതിന്റെ രണ്ടിന്റെ സം ആയിരിക്കും, 5 + 4 ആണ് വരിക. ദെൻ അടുത്ത ജംഗ്ഷനകത്ത് എന്താ വരുന്നത്? അതായത് ഒരു കറണ്ട് ഇൻകമിംഗ് ആണ്, അടുത്തത് ഔട്ട് ഗോയിങ് ആണ്, അതായത് 2ഉം 1ഉം ആണ് വരുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട്, അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവിടെ 3 കറണ്ട്സ് ആയിട്ടുണ്ട്. ഒരെണ്ണം ആദ്യത്തെ ടോട്ടൽ 9 ആംപിയർ, ദെൻ പിന്നീട് വരുന്ന 2 കേസസ് ഉണ്ട്, അതായത് 2ഉം 1ഉം. അപ്പൊ അതിൽ വരുന്ന സം ഏതായിരിക്കും? 1 ആംപിയർ ആണ് വരിക അല്ലെ. അപ്പൊ അവിടുത്തെ ടോട്ടൽ വീണ്ടും എന്ത് ചെയ്യും? അടുത്ത ജംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. സോ again in the last case we have 2 outgoing currents അല്ലെ, 2 outgoing കറണ്ടുകളാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ ആണ്, അതായത് ജംഗ്ഷൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ജംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് ആണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ജംഗ്ഷനിൽ ഏതൊക്കെ കറണ്ട്സാണ് വരുന്നത്? 5 ആംപിയർ ആൻഡ് 4 ആംപിയർ ആണ്. അപ്പൊ അത് ടോട്ടൽ എത്രയായിട്ട് വരും? അത് രണ്ടും ഇൻകമിംഗ് ആണ്. സോ ദാറ്റ് വിൽ ബി 9 ആംപിയർ. ഓക്കെ, ഇനി ഈ 9 ആംപിയറിൽ നിന്ന് വരുന്ന, അതായത് അടുത്ത ജംഗ്ഷനിലേക്ക് പോവാണ്. അപ്പൊ അവിടെ 3 കറണ്ട്സ് ആയിട്ടുണ്ട്. ഒന്ന് 9 ആംപിയർ എന്ന് പറയുന്നത് ഇൻകമിംഗ് കറണ്ട് ആണ്. പിന്നീട് വരുന്നത് ഏതാണ്? ഒരെണ്ണം, അതായത് 2 ആംപിയറും ഇൻകമിംഗ് ആണ്, ദെൻ 1 ആംപിയർ ഔട്ട് ഗോയിങ് ആണ്. അപ്പൊ അവിടുത്തെ ടോട്ടൽ കറണ്ട് എത്രയാണ് വരിക? 2 ഇൻകമിംഗ് കറണ്ട് ആഡ് ചെയ്യാം. സോ 9 + 2 11 മൈനസ് എന്ത് വരും? ഔട്ട് ഗോയിങ് കറണ്ട് ആണ്, ദാറ്റ് ഈസ് 1. അപ്പൊ അവിടെ കിട്ടുന്നത് എത്രയാണ്? 10 ആംപിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അടുത്ത ജംഗ്ഷനിലേക്ക് പോകാം. നമുക്ക് 2 കറണ്ട്സ് അറിയാം അല്ലെ. ഒരെണ്ണം 10 ആംപിയർ ഇൻകമിംഗ് ആണ്, പിന്നീടുള്ളത് 3 ആംപിയർ ആണ്. നമുക്ക് കാണേണ്ടത് ഐ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻകമിംഗ് കറണ്ട് ഉണ്ട്, ദെൻ ഒരു ഔട്ട് ഗോയിങ് കറണ്ട് ഉണ്ട്. അപ്പൊ ഒന്ന് 10 ഇൻകമിംഗ് ആണ്, 3 ഔട്ട് ഗോയിങ് ആണ്. അപ്പൊ ബാക്കി വരുന്ന ഐ എത്രയായിരിക്കും വരിക? യെസ്, 10 - 3 ആണ്.
ഓക്കെ, ദാറ്റ് ഈസ് 7 ആംപിയർ. അപ്പൊ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, 7 ആംപിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഈസ് നോട്ട് suitable for measurement of. Options are, the options are very high value resistances, very low value resistances, both A and B, and option D, medium value of resistances. നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഏതിനാണ് സ്യൂട്ടബിൾ ആവാത്തത്, ഏത് വാല്യൂവിന്റെ മെഷർമെന്റിനാണ് സ്യൂട്ടബിൾ ആവാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെരി ഹൈ വാല്യൂ ആണോ, ഓർ വെരി ലോ വാല്യൂ ആണോ, ബോത്ത് എ ആൻഡ് ബി, ഓർ മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസസ് എന്നുള്ളതാണ്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസസ് മീഡിയം വാല്യൂസ് ആയിരിക്കും. കാരണം അവിടെ നമുക്ക് സെൻസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പാരബിൾ വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പം എടുക്കുന്ന 4 റെസിസ്റ്റേഴ്സും എന്തായിരിക്കണം? അതിന്റെ വാല്യൂസ് കമ്പാരബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയം വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസസ് ആണ് സാധാരണ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അതായത് ഇറ്റ് മെ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ വെരി ഹൈ വാല്യൂസ് ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വെരി ലോ റെസിസ്റ്റൻസസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. അതായത് അത് ഏതൊക്കെ വാല്യൂസിന് സ്യൂട്ടബിൾ അല്ല? ഹൈ വാല്യൂസിനും അതേപോലെ തന്നെ ലോ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസിനും സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. കിർച്ചോഫ്സ് റൂൾസ് ആർ വാലിഡ് ഫോർ. കിർച്ചോഫ് റൂൾസ് ഏതിനൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത് എന്നാണ്. ഓൺലി പാസീവ് സർക്യൂട്ട്സ്, ഓൺലി ലീനിയർ സർക്യൂട്ട്സ്, ഓൺലി നോൺ ലീനിയർ സർക്യൂട്ട്സ്. ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി. അതായത് ബോത്ത് ലീനിയർ സർക്യൂട്ട്സ് ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ട്സ്. അതാണ് 4ാമത്തെ ഓപ്ഷൻ. ഇവിടെ ഏതാണ്, ഏതൊക്കെ സർക്യൂട്ടിലാണ് നമുക്ക് കിർച്ചോഫ്സ് റൂള് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വാലിഡ് ആയിരിക്കും. യെസ്, നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടതാണ്. അത് ലീനിയർ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലും നോൺ ലീനിയർ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വാലിഡ് ആണ് അല്ലെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കിർച്ചോഫ് റൂൾസ്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ബോത്ത് ബി ആൻഡ് സി. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ലീനിയർ സർക്യൂട്ട്സ് ആൻഡ് ഫോർ നോൺ ലീനിയർ സർക്യൂട്ട്സ്. അപ്പോൾ 2 കേസിലും വാലിഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question is, a cell of EMF E is connected across an external resistance R. When current I is drawn from the cell, the potential difference across the electrodes of the cell drops to V. The internal resistance R of the cell is. അപ്പോൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു സെല്ല്, അതിന്റെ EMF E ആണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറിനോട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിട്ട് മാറും? വി ആയിട്ട് മാറും. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഇ മൈനസ് വി ബൈ ഇ ഇൻറ്റു ആർ. ഓപ്ഷൻ ബി ഇ മൈനസ് വി ബൈ ആർ. ദെൻ ഓപ്ഷൻ സി ഇ മൈനസ് വി ഇൻറ്റു ആർ ബൈ ഐ. ദെൻ ഓപ്ഷൻ ഡി ഇ മൈനസ് വി ബൈ വി ഇൻറ്റു ആർ. അപ്പൊ ഇതിൽ ഏതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള കറക്റ്റ് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാം? അപ്പൊ ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും കാണുന്നത്? അതായത് സർക്യൂട്ടിലുള്ള കറണ്ട് എങ്ങനെ കാണാം? I is equal to E by EMF by total resistance ആണ് ഇക്വേഷൻ അല്ലെ. അതായത് I is equal to E by R plus R ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഓൾറെഡി അറിയാം. V is equal to I into R ആണ്. ഓക്കെ, അപ്പൊ ഐക്ക് പകരം എന്ത് എഴുതാം? അതായത് V is equal to IR എന്നുള്ളത് നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ആണ്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? കറണ്ടിന്റെ ഇക്വേഷൻ E by R plus R ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഐക്ക് പകരം E by R plus R into R എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അതിൽ നിന്ന് നമുക്ക് R plus R കാണാമല്ലോ. R plus R വിൽ ബി ഈക്വൽ ടു എന്ത് വരും? E by V into R എന്ന് കിട്ടും. നമുക്ക് കാണേണ്ടത് R ആണ്, സ്മോൾ ലെറ്റർ R ആണ്. ദാറ്റ് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു E മൈനസ് B by V into R ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് R is equal to E മൈനസ് B by V into R എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. എ കാർ ബാറ്ററി ഈസ് charged by a 12-volt supply and energy stored in it is 7.2 into 10 to the power 5 joule. The charge passed through the battery is.
ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് കാർ ബാറ്ററി ചാർജ്ഡ് ബൈ എ 12 വോൾട്ട് സപ്ലൈ ആണ്. 12 വോൾട്ട് സപ്ലൈ ആണ് അതിൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എനർജി അതിൽ സ്റ്റോർ ചെയ്യുന്നത് എത്രയാണ്? 7.2 ഇൻറ്റു 10⁵ ജൂൾസ് ആണ്. അവിടെ ഉണ്ടാവുന്ന ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ചാർജ് പാസ്ഡ് ത്രൂ ദ ബാറ്ററി ഈസ്, ഓപ്ഷൻസ് ആർ 6.0 ഇൻറ്റു 10⁴ കൂളോം, 5.8 into 10⁻³ joule, 8.64 into 10⁻6 joule, 1.6 into 10⁵ joules. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന ചാർജ് കാണാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ്? വി ഇസ് 12 വോൾട്ട്, അതുപോലെ തന്നെ യു 7.2 into 10⁵ ജൂൾസ് ആണ്. ഓക്കെ, അതായത് എനർജി. ഇനി നമുക്ക് കാണാനുള്ളത് എന്തായിരുന്നു? ഇവിടെ ക്യൂ ആണ്, ചാർജ് ആണ് കാണേണ്ടത്. നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അറിയാലോ, യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആണ്. അപ്പൊ അതിൽ നിന്ന് ക്യൂ കാണാൻ എളുപ്പമല്ലേ? ക്യൂ ഇസ് ഈക്വൽ ടു യു ബൈ വി ആണ്. ദാറ്റ് ഈസ് 7.2 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ എന്ത് വരും? വി ഈസ് 12. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു 10⁴ കൂളോം ആണ്. അതായത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 6 ഇൻറ്റു 10⁴ കൂളോം, that is the charge passed through the battery. Clear? The next question is Kirchhoff's first rule, that is sigma I is equal to 0, and the second rule sigma I is equal to sigma E are respectively based on, അതായത് ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ A, conservation of momentum and conservation of charge. Option B, conservation of energy and conservation of charge. Option C, conservation of charge and conservation of momentum. Then option D, conservation of charge and conservation of energy. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും ഏതൊക്കെ ലോസിനെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് റൂള് ബേസ് ചെയ്തിട്ടുള്ളത് കൺസർവേഷൻ ഓഫ് ചാർജും, അതുപോലെ തന്നെ സെക്കൻഡ് റൂളും ബേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? യെസ്, കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പൊ അതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഓർഡറിലാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജും, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയും ആണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. ഇൻ എ ഡി സി സർക്യൂട്ട് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻസൈഡ് ദ ബാറ്ററി ആൻഡ് ദി ഔട്ട്സൈഡ് ബാറ്ററി റെസ്പെക്റ്റീവ്ലി ആണ്. അതായത് ഒരു ഡി സി സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററിയുടെ ഇൻസൈഡും അതുപോലെ തന്നെ ഔട്ട്സൈഡും ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്, ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, അതായത് ഇൻസൈഡ് ദ ബാറ്ററി ആൻഡ് ഔട്ട്സൈഡ് ദ ബാറ്ററി, ആ ഓർഡറിലാണ് പറയുന്നത്. ദെൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആൻഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. ദെൻ ഓപ്ഷൻ സി, നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. And option D, negative to positive terminal and negative to positive ടെർമിനൽ. അപ്പൊ ഇതിലേതാണ് ഇൻസൈഡ് ദ ബാറ്ററിയും ഔട്ട്സൈഡ് ദ ബാറ്ററിയും കറണ്ടിന്റെ ഡയറക്ഷൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം അതായത് ഒരു ഡി സി സർക്യൂട്ടിനകത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻസൈഡ് ദ ബാറ്ററി എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്കായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആണ്. അതായത് ഇൻസൈഡ് നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ ആണ്. ഔട്ട്സൈഡ് ദ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ഇൻസൈഡ് ദ ബാറ്ററി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം നെഗറ്റീവ് ടു positive terminal, while outside the battery the direction of current is from positive to negative terminal ആണ്. So option C is the correct answer, that is negative to positive terminal and positive to negative terminal, that is inside and outside the DC circuit. Okay, now we have another question. A cell of EMF E and internal resistance R is connected across a variable external resistance capital R. The graph of terminal potential difference V as a function of resistance R is. ഗ്രാഫ്സ് തന്നിട്ടുണ്ട്, 4 ഗ്രാഫ്സ് കാണാൻ കഴിയും. അപ്പൊ ഇതില് ഒരു സെല്ലിന്റെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ദേ ആർ കണക്റ്റഡ് ടു എ വേരിയബിൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഗ്രാഫ് ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ് തന്നിട്ടുള്ളത്? അതായത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും അതുപോലെ തന്നെ റെസിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ 4 ഗ്രാഫുകൾ നോക്കിയിട്ട് അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താണ് കിട്ടുക? അതായത് V is equal to E by 1 plus R by R അല്ലേ വരുന്നത്? ഓക്കെ, E by 1 plus R by R ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫ് ഏതായിരിക്കും വരിക? ഇതില് എന്തായാലും സ്ട്രേറ്റ് ലൈൻ വരില്ല. ഓക്കെ,
ഇനി ഇ ബൈ 1 പ്ലസ് ആർ ബൈ ആർ ആണ്. ആർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വിക്ക് എന്ത് ചേഞ്ച് ആണ് വരുന്നത്? യെസ്, അപ്പൊ ഇവിടെ 1 പ്ലസ് ആർ ബൈ ആർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? യെസ്, ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? സ്ട്രേറ്റ് ലൈൻസ് എന്തായാലും നമുക്ക് ഷുവർ ആണ് അതല്ല എന്നുള്ളത്. ദെൻ പിന്നീട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. Okay, so option B is the correct answer. Now we can move to the last question. If the ammeter in the given circuit shown in the diagram reads 2 ampere, the resistance R is, അതായത് ഇവിടെ തന്നിട്ടുള്ള ഡയഗ്രത്തില് കറണ്ട്, അതായത് അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപിയർ ആണ്. current in the circuit is 2 ampere. The resistance R we have to calculate. Resistance ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, 2 ohm തന്നിട്ടുണ്ട്. അതുപോലെ 6 volt ബാറ്ററി ആണ് കൊടുത്തിട്ടുള്ളത്, സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. Then we have resistance R. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ 1 ohm, 2 ohm, 3 ohm and 4 ohm. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്? കറണ്ട് എങ്ങനെ കാണാൻ പറ്റുക? ഇ ബൈ ആർ പ്ലസ് ആർ ആണ് അല്ലെ. അപ്പൊ ഇ എന്ന് പറയുന്നത് 6 ആണ്, ക്യാപിറ്റൽ ആർ ആണ് നമുക്ക് കാണേണ്ടത്. ആർ പ്ലസ് അടുത്ത റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് കാണാം. അപ്പൊ അതിൽ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആണ്. സോ ആർ പ്ലസ് 2 എന്ന് എഴുതാം. സോ 2 വിൽ ബി ഈക്വൽ ടു 6 ബൈ ആർ പ്ലസ് 2 ആണ്. സോ അതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു 1 ohm എന്ന് കിട്ടും. അതായത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നൗ വി ക്യാൻ കൺക്ലൂഡ് ദ വീഡിയോ. So thanks for watching.